ഞാനോട് ചോദിച്ചാൽ എന്തെങ്കിലും സ്വപ്നം കണ്ടായിട്ട് ഓർക്കണ്ട, രാത്രി ലേറ്റ് ആയിട്ടോ അപ്പം എപ്പോഴെങ്കിലും ഒന്ന് ശരിക്കും ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഒരു കാര്യം എനിക്ക് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കിടക്കാൻ നേരത്ത് എന്തോ കിടന്നു എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കിട്ടണില്ല. എങ്ങനെ ആ സംഭവം എന്താണെന്ന് എനിക്ക് പറയാൻ കിട്ടില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, ആരോ എന്നെ കിടത്തിയതാ. അത് ആദ്യൻ്റെ അടുത്തേക്ക് വന്നു, ഞാൻ കിടക്കണടുത്തേക്ക് വന്നിട്ട് എന്നെ നീപ്പിച്ചിരുത്തി, എന്നെ നീപ്പിച്ചു. എന്നോട് എണീക്കാൻ പറഞ്ഞു, വായോ എണീക്ക് പറഞ്ഞു. നല്ല സ്നേഹത്തോടെയാണ്, പേടിപ്പിക്കുന്ന രൂപത്തിലൊന്നല്ല. രഘു വന്നിട്ട് ഇവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ എന്നെ തല്ലാൻ വരിക. അതില് ചങ്ക പിടിച്ചു. അതിൽ ഞാൻ ഓനെ അവിടെ പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി ഇടിച്ചു കൊല്ലാൻ വേണ്ടി നിന്ന്. ഓനാണ് ഞങ്ങളെ ഇതിൽ ഇടപെടാൻ വരുന്നത്. ഓനക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. രാവിലെ ഏകദേശം 6-7 മണിയാവുന്നുള്ളൂ കേട്ടോ. ഇന്നലെ ഞാൻ രാത്രി ഒറ്റയ്ക്കാണ് ഇവിടെ കിടന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? അടിപൊളിയായിട്ട് ഉറങ്ങി. തലവേദന അതെച്ച് അവിടെ നിന്ന് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. ഒരു തൊരക്കട പുറകട ഇവൾക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഈ ഉറങ്ങിയില്ലെങ്കിൽ അപ്പോൾ ഒരു തലവേദന ഉണ്ട് എനിക്ക്. ആ തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോൺ നോക്കിയിരിക്കുമ്പോഴാണ് ഈ തലവേദന വരുന്നത്. അപ്പോൾ സമയം ഒരുപാടായി ഉണ്ടാവും, എന്നാലും ഞാൻ അങ്ങനെ ഇരിക്കും ഫോണായിട്ട്. ഈ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ണ് വന്ന് ഇങ്ങനെ അടയുകയും ചെയ്യും. പിന്നെ അറിയില്ല, എന്തൊക്കെയോ ഒരു ഫീലിംഗ്, ഒരു ഫീലിംഗ് വരും. ആരോ ഒന്ന് പറയാൻ കിട്ടുന്നില്ല എന്താ സംഭവം എന്നത്. പിന്നെ ഞാൻ അങ്ങനെ കിടക്കും. ഇന്നലെ രാത്രി എന്തുണ്ടായിരുന്നു ഓർമ്മണ്ട? ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. ആരെങ്കിലും ഉറക്കത്തിൽ ശല്യം ചെയ്യാൻ വരിക, എന്തെങ്കിലും പിടിക്കാൻ വരിക, അടിക്കാൻ വരിക, അങ്ങനെയായിട്ട് കുസ്തി വിടാൻ വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒന്നുമില്ല. ജസ്റ്റ് ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം. അതായത് സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആരോട് പറയട്ടെ, എന്നിട്ട് വരെ. ഇന്നലെ രാത്രി ഇപ്പം ഈ റൂമിൽ ഒറ്റയ്ക്കാണ് കിടന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്ക്, എന്നിട്ടൊന്ന് ആലോചിച്ചു. ഇന്നലെ രാത്രി ഈ റൂമിൽ ഒറ്റയ്ക്കാണ് കിടന്നത്. കിടന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്നോട് പറയുകയും ചെയ്തിരുന്നു ഇന്നലെ രാത്രി. അത് ഓർമ്മ ഉണ്ടാവും എന്നൊക്കെയറിയില്ല. ക്യാമറ അവിടെ ഒരു ക്യാമറ വെച്ച് ചെയ്തു. ആ ക്യാമറയിൽ ഇവിടെ കിടന്ന് ഉറങ്ങണുണ്ട്. ഉറങ്ങിയ സമയത്ത് ഈ നേരെ വന്നിട്ട് ഈ എന്തും അങ്ങനെ തൊടണവും തലോടണമൊക്കെ ഉണ്ട് ഈ പേരുമേ. ഒന്ന് ആലോചിച്ചു, ഈ ശരിക്കും ആലോചിച്ചു എന്തെങ്കിലും സംഭവിച്ചോ, ശരിക്കും ഒന്നുകൂടി ഒന്ന് ആലോചിക്കാണെന്ന് ചിലപ്പോൾ കിട്ടുമോ. ഇജ്ജ് വന്നിട്ടുണ്ട്, അന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ഇജ്ജിൻ്റെ വന്ന് എന്നെ വിളിച്ചു, ചായ കുടിക്കാൻ പോകാൻ വേണ്ടി വിളിച്ചു. അപ്പം ചായ കുടിക്കാൻ പോകാമായിരുന്നു, അങ്ങനെ ഒന്ന് വിളിച്ച് ചായ കുടിക്കാൻ പോയി. അമ്മയുടെ കൂടെ ചായ കുടിക്കാൻ പോയി, ചായ കുടിച്ചു വന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. സ്വപ്നത്തിൽ വന്നിരുന്നു. അതേ ഓർമ്മയുള്ളൂ അല്ലേ? ഓക്കെ. ഇന്നലെ നമ്മളെടുത്ത ക്യാമറയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല ചേട്ടാ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവൻ്റെ അഭിപ്രായം എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താടാ നീ ഞങ്ങളെ പിരിക്കാൻ നോക്കുന്നോടാ? എന്താണ് എനിക്ക് പ്രശ്നം? വേണുവിനെ ഞാൻ കൊല്ലാൻ വിചാരിച്ചതാണ്. എടാ എന്താണ് ചായ? ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ. ഞാൻ അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക.
ഇനി ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാല് എടാ കുഴപ്പമൊന്നുമില്ല, അത് ഉറക്കത്തിൽ പറ്റിയല്ലേ. ശ്ശേ. സത്യം പറഞ്ഞാലേ ആ സമയത്ത് ഞാൻ പേടിച്ച്. ഞാൻ എഴുന്നേറ്റ് നടക്കുക, ഈ പറഞ്ഞ മാതിരി ഈ പേരുമ വന്നിട്ട് തൊടുക. ഇവിടെ എന്തൊക്കെയോ വേറെ കുത്തി വരക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ചോ. അതാണ് ഞാനോട് ചോദിച്ചത്, എന്തെങ്കിലും സ്വപ്നം കണ്ടായിട്ട് ഓർക്കണ്ട, രാത്രി ലേറ്റ് ആയിട്ടോ. അപ്പം എപ്പോഴെങ്കിലും ഒന്ന് ശരിക്കും ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഒരു കാര്യം എനിക്ക് ഓർമ്മ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ കിടക്കാൻ നേരത്ത് എന്തോ കിടന്നു. എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കിട്ടണില്ല. എങ്ങനെ ആ സംഭവം എന്താണെന്ന് എനിക്ക് പറയാൻ കിട്ടില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, ആരോ എന്നെ കിടത്തിയതാ, എന്നെ കിടത്തി ഉറക്കണതാ. അതല്ലടാ, അന്ന് ഈ പറഞ്ഞില്ലേ രാത്രി ഇങ്ങനെ ചുറ്റും ഒരാളിങ്ങനെ നടന്ന് തണുത്ത കാറ്റ് വന്ന് ആ ഒരു ഫീലിംഗ് അങ്ങനെ എന്തെങ്കിലും ഇന്നലെ ഉണ്ടായി? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായിക്കണോ? ശരിക്കും ആലോചിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. എന്താണ്? ആള് വന്നിക്കണ്. ഒരു കിലുക്കം ഞാൻ കേട്ടിട്ടുണ്ട്. കിലുക്കം കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. എങ്ങനെയാണ് ഓർമ്മ ഉണ്ടോ? അത് ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കിടക്കണടുത്തേക്ക് വന്നിട്ട് എന്നെ നീപ്പിച്ചിരുത്തി. എന്നെ നീപ്പിച്ചു. എന്നോട് എണീക്കാൻ പറഞ്ഞു. വായോ എണീക്ക് പറഞ്ഞു. നല്ല സ്നേഹത്തോടെയാണ്, പേടിപ്പിക്കുന്ന രൂപത്തിലൊന്നുമല്ല. മുഖം കണ്ട? മുഖം ഓർക്കാൻ പറ്റുന്നില്ല. എന്താ മുഖം ഓർമ്മ കിട്ടാത്തത്? എന്തൊരു കാരണം ഉണ്ടാവും ചിലപ്പോ. എന്നിട്ട് പെണ്ണാണ്, എന്തായാലും പെണ്ണാണ്. അല്ല, പ്രായമുണ്ടോ കണ്ടിട്ട്? പ്രായമില്ല. പ്രായം എന്ന് പറഞ്ഞാൽ പാസായിട്ട് വരുമ്പോ തന്നെ നമുക്ക് അറിയാലോ പ്രായമില്ലാത്ത ആളാവൂല. വലിയ പ്രായമൊന്നുമില്ല. വസ്ത്രം എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാല് ഇനി അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കലാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ നീച്ചിരുന്നു. എന്നെ നീപ്പിച്ചിരുത്തി. എന്നോട് എണീക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ വായോ പറഞ്ഞു. ഞാൻ എണീറ്റിട്ട് ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു. ഇവിടെ ഈ ഭാഗത്താ? ആ വാതില് തുറന്നു. ആ വാതില് കൈകൊണ്ട് ഇങ്ങനെ തുറന്നിട്ട് ഞാൻ അവിടെ പുറത്തേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ച് കൈ പിടിച്ചിട്ട് വന്നതാണ്. പുറത്ത് പോയിട്ട് എങ്ങോട്ട് പോയിന്ന് ഓർമ്മ ഉണ്ടോ? ഒരുപാട് നടന്നിക്കണ്. രണ്ടാളും കൈ പിടിച്ച് ഒരുപാട് നടന്നിക്കണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കണ്ട കാര്യങ്ങൾ അങ്ങനെ സ്ഥലമൊന്നും എനിക്ക് നമുക്ക് എന്തെങ്കിലും ഹിന്റ് എന്തെങ്കിലും കിട്ടാണ്ടാ? ഇങ്ങനെ വാതിൽ തുറന്നിട്ട് പോണുണ്ട്. ഓളാണ് വാതിൽ തുറന്നു. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ശല്യപ്പെടുത്താൻ വരിക, നിങ്ങളെ പിടിക്കാൻ വരിക, അടിക്കാൻ വരിക, അങ്ങനെ എന്തെങ്കിലും കണ്ടായ? ഉണ്ട്. അത് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ ആ പറമ്പ് പോയി. ആ പണിയെടുക്കുന്ന വരി പോയി. അതിലേ ആ വീഡിയോയിൽ രഘു എന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ഒരു പേര് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും കണക്റ്റഡ് എന്തെങ്കിലും ഒരു അവിടെ ഉണ്ടായിരുന്ന? അതിൽ അങ്ങനെ ഒരു പേര് പറയുന്നുണ്ട്. ആ പേരിൽ എന്താ വെച്ചാൽ അങ്ങനെയാണ് ഈ പറയണത്. രഘു ഒരാണിനെ കാണുക, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു ആക്രമിക്കാൻ വരിക, അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ രണ്ടാളും പോയല്ലോ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ ആ വീട്ടിൽ കിടന്നു. രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു. അപ്പോഴാണ് അവിടെ ഇജ്ജ് പറ രഘു അവിടെ വന്നു. രഘു വന്നിട്ട് ഇവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാ, എന്നെ തല്ലാൻ വരിക. അതിലാണ് ഞാൻ ചങ്ക പിടിച്ചു.
അതിൽ ഞാൻ ഓനെ അവിടെ പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നിന്ന്, ഇടിച്ചു കൊല്ലാൻ വേണ്ടി നിന്ന്. ഓനാണ് ഞങ്ങളിതിൽ ഇടപെടാൻ വരുന്നത്. ഓനക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതന്നെ ഓനക്ക് ഞങ്ങൾ ഈ ബന്ധം തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓനക്ക് ഇവിടെ വേണം, ഇവൾക്ക് ഓനെ ഇഷ്ടമല്ല. അതാണ്. പക്ഷെ ഇവൾക്ക് ഓനെ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം വേറെ എന്തോ ഉണ്ട്. എന്തോ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിട്ടുണ്ട്. അതിനോട് പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് കയറി വന്നത്. അത് പറഞ്ഞു ചെയ്തു, കുറച്ചെന്തോ പറഞ്ഞിരിക്കണം. അതാണ് എനിക്ക് ദേഷ്യം പിടിച്ച് അവൻ്റെ അവിടുത്തെ പിടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ട് ആണ് ആമാക്കി കൊല്ലാൻ വേണ്ടി നിന്നാണ്. പക്ഷെ പോട്ടെ നമുക്ക് റെഡിയാക്കാം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ഈ സ്വപ്നം ഉണ്ടല്ലോ, സ്വപ്നത്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് രാത്രി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്. വലിയ സംഭവം കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ ഉറക്കത്തിലുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. അതന്നെ അത്രേ ഉള്ളൂ. വേറെ സ്വപ്നം കാണാത്ത ബാക്കി കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഉറക്കത്തിലുണ്ടായ കാര്യങ്ങളൊന്നും അധികം ഓർമ്മയില്ല. ഓർമ്മ കിട്ടുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയാണെന്ന് പറയാനായിട്ട് പറ്റണില്ല. അങ്ങനത്തെ പ്രശ്നം വേറെ കുഴപ്പമില്ല. കൂടുതൽ ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാലേ നമുക്കൊന്നാമത് തലവേദന സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ആലോചിക്കണ്ട. ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തോ ദേഷ്യമുണ്ട് കേട്ടോ, നല്ല ദേഷ്യമുണ്ട്. ആരോടൊക്കെ നല്ല ദേഷ്യമുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്ന് കിടക്കുന്ന ആളാ. ഇവിടെ വന്ന് കിടക്കാൻ അയക്കാതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കിടത്തിയാൽ പാക ഓൾക്ക് നല്ലുണ്ട്. നല്ലുണ്ട്, ഉറപ്പാ. എന്നാ വാതിൽ പൂട്ടിയില്ലേ, ആ പൂട്ടലിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഞാനതിന് പൂട്ടാൻ ഞാൻ നിന്നിട്ടില്ല, ഞങ്ങളെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. എന്തേലും പറഞ്ഞു അതിനെ പറ്റിയിട്ട്? എന്തേലും പറഞ്ഞോ അതിൽ പൂട്ടിയെ പറ്റിയിട്ടോ? കരഞ്ഞ? അതൊക്കെ ഭയങ്കര കരച്ചില്. കാണാതിരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ആകെ പകയാണ്. ആ രണ്ടാളോട് നല്ല പകണ്ട്. കൊല്ലുവോളോന്ന്. പക്ഷെ അവര് വാണിച്ചിട്ടല്ലല്ലോടാ, അവര് വാണിച്ചിട്ട് ചെയ്തല്ലോ. അവരെന്താ വെച്ചാൽ ഇത് വേറെ ആളെ റൂം ആയതുകൊണ്ട് പൂട്ടിയിട്ടാണ് തൽക്കാലം. കാരണം ഈ റൂം ശരിക്കും വാടകയിലില്ലല്ലോ. ഈ റൂം വാടകയിലില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ മുതലാളി വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പൂട്ടിയിട്ടാണ്. അത് കുഴപ്പമില്ല, ഇപ്പം നാളെ തുറന്നു കൊടുക്കും, വിഷയമൊന്നുമല്ല. അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അപ്പോൾ കൂട്ടുകാരപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഏകദേശം ഞങ്ങളൊരു അവസ്ഥ. നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായേണ്ട വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് സ്വപ്നമാണ്. ആ നേരത്തെ സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന് പിന്നെ ഇങ്ങനെ രാവിലെ വന്ന് നീപ്പിച്ചിട്ട് ഈ ഇവിടെ കിടക്കണ അതോ ഇനി അടുവാ? ഞാൻ ഫുഡ് കഴിച്ച പണിക്കുണ്ടേ? പണി കഴിഞ്ഞിട്ട് ഇവിടെ എടുക്കില്ല, ഇവിടെ എടുക്കണം. ഇവിടെ കിടക്കണ്ട, അതൊക്കെ കച്ചറൊക്കെ ആയിട്ട് അപ്പുറം തന്നെ കിടക്കല അവിടെ തന്നെ. അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി ഞങ്ങൾ നോക്കട്ടെ. ബാക്കി ചിലപ്പോൾ ഉണ്ടാവും, എന്താവും എന്നറിയില്ല. ബാക്കിയായിട്ട് ഞങ്ങൾ വരാം. ഉണ്ണിയും കൂടെ വന്നിട്ട് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ ഇത് മാറണമെന്നൊക്കെ ആലോചിക്കാം. ബൈ.